ഹലോ ഫ്രണ്ട്സ്, കരിയർ ഗൈഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ കേന്ദ്ര സർക്കാരിൽ വരുന്ന വിവിധ വേക്കൻസികളെ പറ്റിയാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ള ഒരു വേക്കൻസിയുമായിട്ടാണ് വരുന്നത്. NTPC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. ആകെ 475 വേക്കൻസികളാണുള്ളത്. ബിടെക്കിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിലും സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിൽ ബിടെക് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഇതിന് യോഗ്യത. പക്ഷെ ഇതിൻ്റെ പരമപ്രധാനമായ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് 2024 ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ അവിടുത്തെ ഓഫീസർ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയാണുള്ളത്. യഥാർത്ഥത്തിൽ PSUവിലേക്കുള്ള മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പും ബിടെക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഗേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ടെസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല, ഗേറ്റിൻ്റെ സ്കോറിലാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റിനെ പറ്റി ഒരു അല്പം സംസാരിക്കാം. നമ്മൾ കണ്ടുവരുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൽ ഏതാണ്ട് 80% ബിടെക് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന അവസ്ഥയിലുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരോടും ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഏതാണ്ട് 20 വയസ്സിന് മുമ്പ് തന്നെ ഒരു ജോബ് ഓഫർ വരുന്നു. അതായത് ക്യാമ്പസിലുള്ളപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് ലഭിക്കുന്നു. ബിടെക് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുകയും സ്ഥിരമായ ഒരു ശമ്പളം ലഭിക്കുകയും ചെയ്യും. ആ ശമ്പളം എത്രയായിരുന്നാലും സംഭവിക്കുന്നത് കുറവോ കൂടുതലോ ആയിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ ഒരു ജോലി ലഭിച്ചു എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു. സ്ഥിരമായ ഒരു ജോലി ലഭിക്കുകയും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് ജോലികളെ പറ്റി നിങ്ങൾ ചിന്തിക്കാറില്ല. പ്രത്യേകിച്ച് ഇതിൽ വരുന്ന മറ്റൊരു അപകടം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് സാധാരണ കിട്ടുന്ന ജോലി ടെക്നോ കമ്പനികളിലൊക്കെയാണല്ലോ. അപ്പോൾ 1-2 ഫോറിൻ അസൈൻമെൻ്റ് ഒക്കെ കിട്ടും. കുറച്ചുകൂടി ആദ്യകാലങ്ങളിൽ കുറച്ച് ടഫാണെങ്കിൽ പോലും എക്സൈറ്റ്മെൻ്റ് ആയ ഒരു ജോലി 20ാമത്തെ വയസ്സിൽ ലഭിക്കുമ്പോൾ ഫർദർ പ്രോഗ്രഷൻ്റെ ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. സത്യത്തിൽ ഇത് അപകടകരമായ ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ബിടെക്കിൽ പോകുന്ന നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ക്രീം ലേയേഴ്സാണ് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബിടെക്കിന് ശേഷം ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഉദ്ദേശം ഏതാണ്ട് 50% പേരെങ്കിലും ഹയർ എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. MTechന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതൊക്കെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്. ഗേറ്റ് എക്സാം നടത്തുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് IITകളാണ്. വിദേശ വിദ്യാഭ്യാസത്തിന് പോലും ഈ ഗേറ്റ് സ്കോർ നിങ്ങളെ സഹായിക്കാറുണ്ട്. മൂന്നാമത്തെ ഈ ഗേറ്റ് സ്കോറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നത് ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ NTPCയുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇനിയും സെയിൽ തുടങ്ങിയ അനേകം PSUസിൻ്റെ വേക്കൻസി വരുമ്പോഴെല്ലാം നിങ്ങളുടെ ഗേറ്റ് സ്കോർ ഒരു ഫാക്ടർ ആകുന്നത് സത്യമാണ്. അതുകൊണ്ട് ബിടെക് കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത് ഹയർ എഡ്യൂക്കേഷനെ പറ്റി കൂടി അല്പം ചിന്തിക്കണം. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന അധ്യാപകരുടെ ആവശ്യമുണ്ട്. നമ്മളുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ മിടുക്കന്മാരുമായി എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ രാജ്യത്ത് ജനിക്കുന്ന, ഈ രാജ്യത്ത് പഠിക്കുന്ന എഞ്ചിനീയേഴ്സിൽ മിടുക്കന്മാർ നമ്മളുടെ സർവീസിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മളുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പുരോഗമനപരമായ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കും ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ അവസാന വർഷമുള്ള കുട്ടികളും ഒക്കെ ഈ ഗേറ്റ് എഴുതുന്നതിനുള്ള ശ്രമം നടത്തുക. വീണ്ടും ആവർത്തിക്കുന്നു, NTPCയുടെ വേക്കൻസി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 13, പ്രായം 27. അപ്പോൾ 27 വയസ്സിന് താഴെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ ഗേറ്റ്സ് 2024 ഗേറ്റ് അപ്പിയർ ചെയ്ത് സ്കോർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവിധമായ വിജയാശംസകളോടുകൂടി അടുത്ത ആഴ്ച വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും താങ്ക് യു.